സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്നുള്ളതിന് 160 ഹദീസുകൾ എന്ന് പറഞ്ഞ കിതാബ് ചെയ്തു. 160 ഇബാറത്ത് അയാൾ എടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു 160 ഒന്നും വേണ്ട, സ്ത്രീകൾക്ക് പള്ളിയാണ് ഉത്തമം എന്ന് പറയുന്ന ഒരൊറ്റ ഹദീസ് മതി. കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇസ്തിഗാസ, ആ ഇസ്തിഗാസ സുന്നത്താണെന്ന് സുന്നികൾ വാദിച്ചപ്പോ ഇസ്തിഗാസ ശിർക്കാണെന്നതിന് 100 ഇബാറത്തുകൾ ജംഉ ചെയ്ത് പുസ്തകമെഴുതി ഇവിടെ EN ഇബ്രാഹിം മൗലവിയെ പോലെയുള്ളവർ. അങ്ങനെയുള്ള ഇബാറത്ത് അവിടെ ഇവിടെ നോക്കാതെ പാവപ്പെട്ടവരെ പറ്റിക്കാൻ ആർക്കും ഉദ്ധരിക്കാം. അതിലൊക്കെ സുന്നത്തെ ജമാഅത്തിന്റെ ആളുകൾ മറുപടിയും പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇതിലെവിടെയാ നിങ്ങൾക്ക് പിടുത്തുള്ളത്? എന്താ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയാ? ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏതായിരുന്നു? സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഇബാറത്ത്. അതാണല്ലോ കൊണ്ടുവന്നതിൽ ആദ്യം. മർആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളാ. എന്നെ ഒരാൾ ഉറക്കത്തിൽ കണ്ട എന്നെ തന്നെയാണ് കണ്ടത്, എന്നെ അവൻ ഉണർച്ചയിൽ കാണുകയും ചെയ്യും. അതൊക്കെ ഞങ്ങൾക്ക് വിശദീകരിക്കാണ്ട് അവിടെ നിൽക്കട്ടെ. അവിടെ കാണാം ഖാല ഇബ്നു സിരീൻ ഇദാ റആഹു ഫീ സൂറത്തിഹി. ഇതാണല്ലോ ഒന്നാമതായിട്ട് കൊണ്ടുവന്ന സംഭവം. ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇദാ റആഹു ഫീ സൂറത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ കണ്ടാൽ. ഇത്രയിലുള്ളൂ. രൂപത്തിൽ അല്ലാതെ കണ്ടാൽ എന്ത്? പിശാചാകുമെന്നോ? അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്, എവിടെയും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ കണ്ടാൽ എന്നാണ് ആര് പറഞ്ഞത്? ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞത്. അല്ലാത്ത രൂപത്തിൽ കണ്ടാൽ പിശാചാണ്. അതെവിടെ? അപ്പൊ ആ ഇബാറത്ത് നിങ്ങൾക്ക് തെളിവല്ല. പിന്നെ ആ ഇബാറത്തിൽ എന്താ പറഞ്ഞത്? അതാണ് ഇബ്നു ഹജർ തങ്ങളും ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളും എല്ലാരും വിശദീകരിച്ചു പറഞ്ഞു തന്നത്. വമാ സ്വഹ അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തങ്ങളിൽ നിന്ന് വന്ന ഒന്ന്, ഇബ്നു സിരീൻ, ഇബ്നു സിരീൻ തങ്ങളിൽ നിന്നും സ്വഹിയായി വന്ന ഒന്ന്. എന്താ സ്വഹിയായത്? മിമ്മാ ളാഹിറുഹു ഇസ്തിറാത്തു റുയതിഹി അലാ സൂറത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാലെന്ന് പറഞ്ഞിടത്ത് ഹബീബായ തങ്ങളുടെ ജീവിതകാലത്തുള്ള രൂപത്തിൽ തന്നെ കണ്ടാൽ എന്നവർ ഷർത്താക്കിയത് യംബഗീ തഅ്വീലുഹു, അതിനെ വ്യാഖ്യാനിക്കൽ നിർബന്ധമാണ്. ബി അന്ന ദാലിക ശർത്തുൻ ഫീ കമാലിർ റുഅ്യ ദൂന അസ്ലിഹാ. അതേ രൂപത്തിൽ കാണണമെന്ന് പറഞ്ഞത് പൂർണ്ണമായ കാഴ്ചക്കുള്ള ഷർത്താണ്, നിബന്ധനയാണ്. കണ്ടു എന്നതിന്റെ അടിസ്ഥാനം സ്ഥിരപ്പെടാൻ അത് വേണ്ട. അപ്പൊ കണ്ടു എന്നത് വരാൻ അതേ രൂപത്തിൽ കാണണമെന്നില്ല. പൂർണ്ണമായ കാഴ്ചക്കത് വേണം. പൂർണ്ണമായ കാഴ്ചയാവുമ്പോ പിന്നെ തഅ്വീല് വേണ്ട, അല്ലെങ്കിൽ തഅ്വീല് വേണം. കഴിഞ്ഞ് ആ ഇബാറത്തെ ഇരിഞ്ഞു വന്നിട്ട് കാര്യമില്ല. അപ്പൊ ഇബ്നു സിരീൻ തങ്ങളുടെ ഇബാറത്ത് അവസ്ഥ. ഇനി അതിൽ പിശാചുവാദം എന്ന വിഷയേ ഇല്ലട്ടോ. ഇനി ഇവർ കൊണ്ടുവന്നത് സുബുലുൽ ഹുദാ വർ റഷാദ്,
കിട്ടിയ ഇബാറത്തുകളാണ് ഞാൻ പറയുന്നത്. സുബുലുൽ ഹുദയിൽ ഇമാം സർകശി തങ്ങളിൽ നിന്ന് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ സർകശി ഇമാം പറഞ്ഞത്? ഖാലൽ ഉലമാഉ ഇന്നമാ യസിഹു റുയത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅഹദി റജുലൈൻ. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു എന്ന് സ്ഥിരപ്പെടൽ അത് രണ്ടാളുകൾക്കാണ്. ഒന്ന് സ്വഹാബിയാണ്, മറ്റൊന്ന് ആലിമാണ്. ഇവർ രണ്ടുമല്ലെങ്കിൽ യഹ്തമിലു അൻ യകൂന മിൻ തഖ്യീലിശ് ശൈത്വാൻ, അത് പിശാച് തോന്നിപ്പിച്ചതും ആകാം. ഇതിൽ എന്തുണ്ട്? പിശാചിൽ നിന്നാണ് എന്നൊരു വാചകം ഇതിലുണ്ട്. അതവിടെ അതുണ്ട് കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ഇങ്ങനെ വായിച്ചാ കാണാം ഇതെവിടെ നിന്നാണ് ഈ ഖൗല് വന്നത്. ഈ ഖൗല് ആര് പറഞ്ഞതാ? ദക്കറ ദാലിക്കൽ ഖറാഫി ഫീ കിതാബിൽ ഖവാഇദ്. ഈ അഭിപ്രായം ഇമാം ഖറാഫി പറഞ്ഞതാണ്. ഉപരൊഴിവായി. അപ്പൊ രണ്ടാമത്തെ ഇബാറത്തിന്റെ അവസ്ഥ എന്തായി? ഒന്നാമത്തെ ഇബാറത്തിൽ പിശാചുവാദം ഇല്ല. രണ്ടാമത് ഞാൻ കൊണ്ടുവന്ന ഇബാറത്തിൽ എന്തുണ്ട്? പിശാചിൽ നിന്നാകാൻ സാധ്യത എന്നുണ്ട്. പക്ഷേ ആ പിശാചുവാദം ഇമാം ഖറാഫിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് സർകശി കൊണ്ടുവന്നത്. അതാണ് സുബുലുൽ ഹുദയിൽ അല്ലാമ യൂസുഫ് ശാമി ഉദ്ധരിച്ചത്. അപ്പൊ പിശാച് എന്ന് വാദം വന്നപ്പോ അത് നേരെ പോയി മുട്ടിയത് ഖറാഫിയിൽ. ഖറാഫി എന്താ പറഞ്ഞതെന്ന് ഞാൻ പറയാം. രണ്ട് ഇബാറത്തിന്റെ കാര്യം ഇപ്പൊ എങ്ങനെ? 3 സാധാരണ ഇവരെ കൊണ്ടുവന്ന ഖാദി ഇയാദ് തങ്ങളുടെ ഉദ്ധരണി എന്താ? അത് ഖാദി ഇയാദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മുറാദു ഇദാ റആഹു ഫീ സിഫത്തിഹിൽ മഅറൂഫ ലഹു ഫീ ഹയാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ ജീവിച്ചിരുന്നപ്പോഴുള്ള രൂപത്തിൽ കണ്ടാൽ അപ്പയാണ് ഈ ഹദീസിൽ പറഞ്ഞ കാഴ്ച. അതൊക്കെ അപ്പൊ അള്ളാന്റെ റസൂലിന്റെ അറിയപ്പെട്ടതല്ലാത്തുള്ള രൂപത്തിൽ കണ്ടാലോ പിശാച് വരുന്ന പിശാചുവാദമാണോ ഖാദിയാദങ്ങൾ പറഞ്ഞത്? അല്ല. ഫൈൻ റുഇയ അലാ ഖിലാഫിഹാ കാനത് റുഇയ തഅ്വീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയപ്പെട്ട രൂപത്തിൽ അല്ലാതെ കണ്ടാൽ അത് വ്യാഖ്യാനം നൽകപ്പെടേണ്ട സ്വപ്നമാകും. ഇവരെന്താ ചെയ്യുന്നത്? അത് പിശാചിൽ നിന്നാണ് എന്നിവരുണ്ടാക്കുകയാണ്. അപ്പൊ അതും അവസാനിച്ചു. അപ്പൊ ഒന്നാമത്തതും രണ്ടാമത്തും കഴിഞ്ഞിട്ടോ മൂന്നാമത്തതും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാലാമതായി നമുക്ക് ഫൈദുൽ ഖദീറിന്റെ ഇബാറത്ത് കൊണ്ടുവരാം. ഫൈദുൽ ഖദീറിന്റെ ഇബാറത്ത് എന്താ? വൽ അദ്ഗാസു അൻവാർ. ഇതൊക്കെ ദാരിമിക്ക് മറുപടി പറയുമ്പോ നമ്മൾ വിശാലായിട്ട് പറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞതിന് കേൾക്കൂലല്ലോ. ഓരോരുത്തരുടെ വിചാരം ഓരോടുന്നും അത് കുത്തി അന്വേഷിച്ച് കൊണ്ടുവരികയാണ് എന്നാണ്. ഇതൊക്കെ ഞങ്ങൾ കൊല്ലങ്ങൾക്ക് മുമ്പ് നോക്കി തീർക്കുകയും അതിന്റെ മറുപടി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയത് തന്നെ. കണ്ടോ നിങ്ങൾ? ഫൈദുൽ ഖദീറിൽ പറഞ്ഞു പേക്കിനാവുകൾ പല ഇനങ്ങൾ. ഒന്ന് തലാഉബുശ് ശൈത്വാൻ, പിശാചിന്റെ കളികൾ. 2 അതാണ് വിഷയം. അയ്യുറാ അന്ന ബഅദൽ അംബിയാ യഅ്മുറുഹു ബിമുഹറമിൻ ഔ മുഹാൽ. നമ്മളെ വിഷയം അവിടെ പൂർണ്ണമാണ്. അംബിയാക്കളിൽ നിന്നുള്ള ചിലര് വന്ന്
ഹറാമായതുകൊണ്ടോ അസംഭവ്യമായതുകൊണ്ടോ കൽപ്പിക്കുന്നു. അവിടെ നമ്മൾ ധാർമ്മിക പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ ഹറാമായതുകൊണ്ടുള്ള ഒരു കൽപ്പന കേട്ടാൽ ഏതാണ് കളവാകുന്നത്? ആ കാഴ്ചയാണോ? അല്ല, കാഴ്ച ഹക്കാണ്. ലാ ലിശ്ശക്ക് ഫീ റുയതിഹി, കണ്ടു എന്നതിൽ സംശയമില്ല. കേട്ടത് ഉറക്കത്തിലായതുകൊണ്ട് ലൊബത്തില്ല, കൃത്യതയില്ല. അതുകൊണ്ട് കേട്ടതിനെ സംബന്ധിച്ചാണ് അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. കാഴ്ചയെ കുറിച്ചല്ല എന്ന് ആ കിതാബ് തന്നെ ഉണ്ട്. ലാ ലിശ്ശക്ക് ഫി റുയ, കണ്ടു എന്നതിൽ അവിടെയും സംശയമില്ല. അവിടെ പേക്കിനാവു എന്ന് പറഞ്ഞത് ശറഈനെതിരായ നിയമം. അത് കേട്ടാൽ ആ കേട്ടതാണ് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഫൈദുൽ ഖദീറും കഴിഞ്ഞു. ഇവിടെ കാര്യങ്ങളൊന്ന് കൃത്യതയായി. ഇവരേത് ഇബാറത്ത് കൊണ്ടുവരികയാണെങ്കിലും അതിലധികവും പിശാചുവാദം ഇല്ലാത്തതാണ്. 2, പിശാചുവാദം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഖറാഫി ഇമാമിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നതുമാണ്. 3, പിന്നെ ഇവർ കൊണ്ടുവന്ന ഇബാറത്തുകളൊക്കെ സ്വപ്നത്തിൽ കേൾക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഉദാഹരണം, നാളെ നോമ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കത്തിൽ വന്ന് പറഞ്ഞു. സത്യത്തിൽ മാസം കണ്ടതുമില്ല, നാളെ നോൽമ്പായതുമില്ല. എന്നാൽ ആ സ്വപ്നത്തിൽ കേട്ടത് കൊണ്ട് നോമ്പ് തുടങ്ങാൻ പറ്റൂല. കാരണം നോമ്പ് തുടങ്ങാനുള്ള അതിന്റെ വ്യവസ്ഥകൾ നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവനീ കേട്ടത് ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ ഒരിക്കലും ലൊബത്ത് കിട്ടൂല. അതുകൊണ്ട് തന്നെ കാഴ്ച ശരിയാണ്, ആ കേൾവി മാനദണ്ഡമാക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ എത്ര പഠിപ്പിച്ചു കൊടുത്തത് അവിടെ. അങ്ങനെയുള്ള കൗലുകളാണ് ശറഹുൽ മുഹദ്ദബ് പോലെയുള്ള കിതാബിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, ഫൈദുൽ ഖദീറിൽ ഉദ്ധരിച്ച പോലെ. അതും നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഇബാറത്തും നമ്മളിലേക്ക് കൊണ്ടുവരണ്ട. ഇനി 5, ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങളിൽ നിന്നുള്ള ഉദ്ധരണി. മിർഖാത്തുസ് സുഊദ്, ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥം. എന്താ ഇസ്സുദ്ദീൻ തങ്ങൾ പറഞ്ഞത്? ഖാലൽ ഉലമാഉ ഹാദാ മശ്റൂത്തുൻ ബിഅൻ യറാഹു അലാ സിഫത്തിഹി അല്ലതി കാന അലൈഹാ. ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇത് നിബന്ധനകൾക്ക് വിധേയമാണ്. ഈ ഹദീസ് ഹബീബായ തങ്ങളുടെ അറിയപ്പെട്ട രൂപത്തിൽ കാണണം. അല്ലെങ്കിൽ അടുത്ത ഭാഗം എന്താ? അറിയപ്പെട്ട രൂപത്തിൽ അല്ലെങ്കിൽ പിശാചാണെന്നോ? അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്, അതിൽ നിങ്ങൾക്ക് തെളിവില്ല. പിന്നെ എന്താ അങ്ങനെ അല്ലെങ്കിൽ എന്നുള്ള ഭാഗം ഏതാ? അങ്ങനെ അല്ലെങ്കിൽ ഉലമാ പറഞ്ഞു എന്നല്ലേ ഇസ്സുദ്ദീൻ തങ്ങൾ പറഞ്ഞത്. ആ ഉലമായിൽ ആദ്യം വരുന്ന ആളാണ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് തങ്ങൾ അവര് പറഞ്ഞ ഷർത്ത് അതിന്റെ പൂർണ്ണതക്കാണ്, അടിസ്ഥാനത്തിനല്ല. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, അസ്ഖലാനി ഇമാം പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അപ്പൊ ആ ഇബാറത്തും പോയി. ഇനി ലമഅത്തിന്റെ ചില ഇബാറത്തുകൾ ചിലർ നടക്കുന്നുണ്ട്. അതിലെന്താണുള്ളത്? സുമ്മഖ്തലഫൂന്നുണ്ട്. അവര് അഭിപ്രായ വ്യത്യാസത്തിലായി. ഇന്ന മഹല്ല ഹാദിഹിൽ ഹദീസ് അൻ യറാഹു ഫീ സൂറത്തിൽ ഖാസ്സ, പ്രത്യേകമായി അറിയപ്പെട്ട രൂപത്തിൽ കാണണം എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, അതുണ്ട്. അറിയപ്പെടാത്ത രൂപത്തിൽ കണ്ടാലോ? പിശാചിൽ നിന്നാണ് എന്ന ഇബാറത്തിലുണ്ടോ? ഇല്ല, അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇതാ നേരെ വരാത്തത്. റൂമിൽ ഇരുന്ന് ആർക്കും വെള്ളി വിളിച്ചുകൂടെ? നേരെ മുന്നിൽ വന്ന് നമ്മൾ ചോദിക്കോലോ, എവിടെ അതിന്റെ ബാക്കിയിൽ പിശാചിൽ നിന്നാണ് എന്ന്? മിണ്ടാൻ കഴിയോ? അപ്പൊ അതും പോയി. ഇനി വേറൊരു ഇബാറത്തുണ്ട്, ഏഴാമത്തത്. ഇമാം സ്വൻആനിയുടെ അത്തൻവീർ, അതിലെന്താണ്? قال جماعة من العلماء هذا إذا رآه على صورته التي كان عليها في الدنيا. ദുനിയാവിൽ അറിയപ്പെട്ട രൂപത്തിൽ കാണണം. ഓക്കെ, അല്ലാതെ കണ്ടാൽ പിശാചാണെന്നെവിടെ? അതാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ കണ്ടാൽ അത് തഅ്വീൽ, വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമാകുന്ന സ്വപ്നമാണ്. പിശാചവാദം എവിടെ? പിശാചവാദം ഉണ്ട്. മിൻ തഖീലി ശൈത്താൻ എവിടെയുള്ള? ഇമാം ഖറാഫിയുടെ ഇബാറത്തിലുണ്ട്. ഓക്കെ, അതുപോലെ ഇബാറത്തിൽ ശൈത്താനിന്റെ ഭാഗമെന്ന് പറഞ്ഞ ഏതൊക്കെ ഇമാമുണ്ടോ അവരൊക്കെ ഖറാഫിയിൽ നിന്ന് ഉദ്ധരിച്ചത്. അപ്പൊ അതും പോയി. ഇനി ഏഴായി നമ്മൾ ഉദ്ധരിച്ച് ഇബ്നു മാജ തങ്ങളുടെ ഹാഷിയത്തു സിന്ദി 8 ഈ ഹദീസ് ഉദ്ധരിച്ചു പറയാം. هذا يختص بصورته المعهودة فيعرض على الشمائل الشريفة المعروفة فإن طابقت الصورة المرئية تلك الشمائل فهي رؤيا حق وإلا فالله أعلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നപ്പോൾ ഏതെല്ലാം വിശേഷണങ്ങളാണോ അതിലായിട്ട് കണ്ടാൽ, അങ്ങനെ അല്ലെങ്കിലോ ഫല്ലാഹു അലം. അതാണ് എം ടി അർത്ഥം വെച്ച് ഫല്ലാഹു അലം എന്ന് പറഞ്ഞാൽ ശൈത്താൻ വരുന്നതാണ് എന്ന്. അപ്പൊ അതിന് വ്യാഖ്യാനം വേണം. ആ വ്യാഖ്യാനം അല്ലാഹുവിന് അറിയാന്നാ പറയുന്നത്. പിശാചവാദത്തിന് ഹാഷിയത്തു സിന്ദിയിലും തെളിവില്ല. അടുത്ത ഇബാറത്ത് മുല്ലാ അലിൽ ഖാരി തങ്ങളുടെ ജംഉൽ വസായിൽ അതിലെന്താണ്? ഖാല ജമാഅ വമഹല്ലു ഹാദാ ഇൻ റുഇയ റസൂലുള്ളാഹ് ഫീ സൂറത്തിഹി അല്ലതി കാന അലൈഹാ. റസൂലുള്ളാഹിന്റെ അറിയപ്പെട്ട രൂപത്തിലായാൽ, അല്ലെങ്കിൽ അത് പിശാചാണെന്നിവിടെ എന്തേ കാണിച്ചെന്നോളി. മിൻ തഖീലി ശൈത്താൻ എന്നുണ്ടെങ്കിൽ കൊണ്ടുവരി. ഇല്ല, അതും ബാത്തിലായി. അതും കഴിഞ്ഞ് ഇനി 10ാമത്തെ ഇബാറത്ത് ഇബ്നു കസീറിന്റെ ഇബാറത്ത്. ലാകിൻ ബിശർത്തി അൻ യറാഹു അലാ സൂറത്തിഹി അല്ലതി ഹിയ സൂറത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയപ്പെട്ട രൂപത്തിലാകണം. അല്ലെങ്കിൽ പിശാചാണ് എന്നതിലുണ്ടോ? ഇല്ല, നിങ്ങൾ ഉണ്ടാക്കിയതാ. ആ ഇബാറത്തും വെറുതെ ആയി. 11 കഴിഞ്ഞ് 10 കഴിഞ്ഞ്. ഇനി അതാ ഫൈദുൽ ഖദീറിൽ തന്നെ മറ്റൊരു ഇബാറത്ത്. അതേതാ? ഹൈസു ഖാലു ഹുനാ മീസാൻ
യജിബു തംബീഹു ലഹു വഹുവ അന്ന الرؤيا الصحيحة أن يرى بصورته الثابتة. ആ ഇബാറത്തിലും അങ്ങനെയല്ലെങ്കിൽ പിശാചിൽ നിന്നാണ് എന്ന ഇബാറത്ത് ഇല്ലേ ഇല്ല ഇല്ല, ഫൈദുൽ ഖദീറിൽ ഇല്ല. അപ്പൊ അതും ബാത്തിലായി, 11 ആയി. ഇനിയോ ഇബ്നുൽ ഹാജ് തങ്ങളുടെ മദ്ഖലിന്റെ ഇബാറത്ത്. സമയമില്ലാത്തോണ്ടാ ഇതിൽ വന്ന എല്ലാ ഇബാറത്തും നമുക്ക് ഹല്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇബാറത്തൊന്നും പറഞ്ഞ് സുന്നികളെ പറ്റിക്കാൻ വരണ്ട. അതല്ലേ നേർക്ക് നേരെ വിളിക്കുന്നത്. 12ാമത്തെ ഇബാറ ഇമാം ഇബ്നുൽ ഹാജ് തങ്ങളുടെ മദ്ഖലിന്റെ ഇബാറത്ത്. മദ്ഖലിൽ എന്തുണ്ട്? അതാ ഉള്ളത് നമ്മളുണ്ട് തന്നെ പറയും, അതിൽ തർക്കമൊന്നുമില്ല. മദ്ഖലിന്റെ ഇബാറത്തിൽ ലാ തസിഹു റുഅ്യൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്അൻ ഇല്ലാ ലിറജുലൈനി സ്വഹാബിയുൻ. സ്വഹാബിയാകണം, അല്ലെങ്കിൽ അത്രയും പഠിച്ച ആളാകണം എന്നത് ഷർത്താണ് എന്ന് ഇബ്നുൽ ഹാജ് പറയുന്നുണ്ട്. പക്ഷേ ഇബ്നുൽ ഹാജ് ആ ഇബാറത്ത് തുടങ്ങുന്നത് എങ്ങനെയാ? വഖദ് നഖലൽ ഖറാഫിയു, ഖറാഫി പറഞ്ഞിട്ടുണ്ട് എന്നാണ് മദ്ഖലിലുള്ളത്. അതാ ഞാൻ പറഞ്ഞേ, പിശാച് എന്ന് എവിടെങ്കിലും ഉണ്ടോ അവിടെ ഖറാഫിയിലേക്ക് അത് ചെന്നെത്തും. ഇബ്നുൽ ഹാജ് തങ്ങളുടെ ഇബാറത്തിലും ഖറാഫിയുടെ ഇബാറത്താ ഉദ്ധരിച്ചത്. അപ്പൊ അതും ഖറാഫിയിലേക്ക് മടങ്ങി. ഇനി അടുത്ത ഇബാറത്ത് ഏതാ? ഇബ്നു റുഷ്ദുൽ ഖുർത്തുബിയുടെ ഇബാറത്ത് 13. ഇബ്നു റുഷ്ദുൽ ഖുർത്തുബി അതിലെന്താ ഉള്ളത്? ഐ മൻ റആനി അലാ സൂറത്തി അല്ലത്തി ഖലഖനി അല്ലാഹു അലൈഹാ. അല്ലാഹു എന്നെ പടച്ച ആ രൂപത്തിൽ കണ്ടാൽ, അല്ലെങ്കിൽ പിശാചാണ് എന്ന പിശാച് വാദം അതിലുണ്ടോ? ഉണ്ടെങ്കിൽ ഉദ്ധരിച്ചോളി. ഇബ്നു റുഷ്ദുൽ ഖുർത്തുബിയുടെ ആ ഇബാറത്തിൽ എവിടെ പിശാചിൽ നിന്നാണ് എന്ന വാദം? ബാത്തിലായി, അതിന്റെയും കഥ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ ഉദ്ധരിക്കുന്നൊക്കെ നിങ്ങളെ വകയിൽ അങ്ങോട്ട് പറയലാണ്. ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഹക്കീമു തുർമുദി തങ്ങളുടെ ഇബാറത്ത് 14. ഹക്കീമു തുർമുദി തങ്ങൾ എന്താ പറഞ്ഞ്? ഇദാ റആഹു അലാ സൂറത്തിഹിൽ മഅറൂഫ, അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാൽ, അല്ലെങ്കിൽ തഅ്വീൽ വേണം, വ്യാഖ്യാനം വേണം. അതാണ് ഇമാം നവവി തങ്ങള് ഹക്കീമു തുർമുദി അടക്കമുള്ളവർക്ക് റദ്ദായിട്ടാണ് അവർന്ന് പറയുന്നത് തന്നെ സ്വഹീഹൂൻ. അപ്പൊ ഇവരൊക്കെ പറയുന്നത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേർക്ക് നേരെയുള്ള രൂപത്തിൽ കണ്ടാൽ തഅ്വീൽ വേണ്ട, വ്യാഖ്യാനം വേണ്ട, അല്ലെങ്കിൽ അത് വേണം. പിശാചാണെന്ന് എവിടെ? പിശാചുവാദികളെ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ അത്? ആരാ നിങ്ങളോട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞേ? ഇതൊക്കെ നിർമ്മിച്ചുണ്ടാക്കാൻ ആർക്ക് അനുമതിയുണ്ട്? പിന്നെ ഇമാം സുർഖാനിയുടെ കിതാബ് 15 അതിലെന്താണ്? അവിടെ ഒരു ശൈത്താനുമായി ബന്ധപ്പെട്ട ഒരു ഇബാറത്തുണ്ട്. ഫൈന്നമാ തസിഹു റുയാഹു ഇന്ദ ഔലാഇ ലിഅഹദി റജുലൈൻ, രണ്ടാളുകൾക്കേ കാണുള്ളൂ, അല്ലെങ്കിൽ വയഹ്തമിലു മിൻ തഖീലി ശൈത്താൻ. സുർഖാനി
അറിയപ്പെട്ട രൂപത്തിൽ, അല്ലെങ്കിൽ അത് പിശാചാകാം. ബാക്കി എന്താ? ذكر العلامة الشهاب القرافي في قواعده. ഈ ഇബാറത്ത് ഇമാം ഖറാഫി അവിടുത്തെ ഖവാഇദിൽ ഉദ്ധരിച്ചതാണ്. കഴിഞ്ഞ് അതല്ല ഞാൻ പറയും നിങ്ങളോട്, ഇതൊക്കെ എളുപ്പാ. അപ്പൊ സുർഖാനിയുടെ ഖൗല് ഖറാഫിയിൽ നിന്ന് ഉദ്ധരിച്ചത് ഇതാണ്. ഇത് നമ്മൾ നേർക്കുനേറെ ഇരുന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്താൽ എത്ര എളുപ്പമുണ്ട് സംഗതി. ഇനി ഇവിടെ വലിയ കാര്യത്തിൽ കൊണ്ടുവന്ന ഒരു ഇബാറത്താണ് വസീലത്തുൽ അഹ്മദിയയുടെ ഇബാറത്ത് 16. അതിലെന്താ പറഞ്ഞേ? ശൈത്താന് കഴിയും അലാ അന്ന ശൈത്താന ഖാദിറുൻ അൻ യഖൂല ലിൽ ഇൻസാനി അന റസൂലുള്ളാഹ്. അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു വരാൻ ശൈത്താന് കഴിയും. ദാരിമി ഒരുപാട് അടങ്ങാറായി സ്ഥിരപ്പെടുത്താൻ നോക്കിയത്. പക്ഷേ ആ പറഞ്ഞ സംഭവം മനാമിലല്ല. പിന്നെയോ ഇത് ഖവാരിഖുല്ലാദാത്ത് പറയുന്നിടത്ത് പറഞ്ഞതാണ്. മുഅ്ജിസത്ത് കറാമത്ത്, നേർക്ക് നേരെയുള്ള കാഴ്ചയാണ് വിഷയം. ഉറക്കത്തിൽ കാണുക എന്നത് കറാമത്തോ അസംഭവ്യമായ സംഭവമോ അല്ല. ദാരിമി വലിയ പടൽ വെട്ടത് അവിടെയാണ്. അപ്പൊ അതും പോയി. പിന്നെ 17 അവിടെ തന്നെ ബരീഖത്തുൽ മഹ്മൂദിയരുടെ ഇബാറത്ത്. ആ ഇബാറത്തിലും ഖവാരിഖുല്ലാദാത്ത് പറയുന്നിടത്താണ് ആ പിശാചിന് പറയാൻ കഴിയുമെന്ന ഇബാറത്ത് കൊണ്ടുവന്നത്. അതും മനാമിലല്ല. അത് നമ്മൾ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞതാണ്. അപ്പൊ അതും അവസാനിച്ചു. നിങ്ങൾ ഏത് ഇബാറത്ത് കൊണ്ടുവന്നോ അവിടെ ഈ 3 വിഷയത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. ഒന്നുകിൽ പിശാചിൽ നിന്നുണ്ടോ ഖറാഫി ഇമാമിൽ നിന്നാവും. ഇനി അധികവും ആവും പിശാചിൽ നിന്ന് ഉണ്ടാവില്ല. അതിലെത്ര ഉണ്ടാവുള്ളൂ? ഇദാ റആഹു അലാ സിഫത്തിഹിൽ മഅറൂഫ എന്നുണ്ടാവും. അപ്പൊ അങ്ങനെ കണ്ടില്ലെങ്കിലോ നിങ്ങൾ ചേർത്ത് കൊടുക്കാണ് പിശാചിൽ നിന്ന്. നിങ്ങളെ വ്യാഖ്യാനം ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഇമാമികൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, അസ്ഖലാനി ഇമാം പറഞ്ഞു, അവരൊക്കെ പറഞ്ഞു. ആ രൂപത്തിൽ കണ്ടാൽ അത് പൂർണ്ണമായ കാഴ്ചയാണ്, അല്ലെങ്കിൽ അസ്ലൻ അടിസ്ഥാന കാഴ്ചയാണ്. ഇനി ഇന്നൊരാളയച്ചെന്ന ഇബാറത്താണ് 18ാമത്തെ ഇബാറത്ത്. അത് ഹിജ്റ 779 മൗത്തായ ഇബ്രാഹിം ഇബ്നു ഗന്നാം അൽ ഹംബലി അൽ മഖ്ദസി എന്നവരുടെ ഇബാറത്ത്. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കന്മാരെ കാണുക തെറ്റായ സ്വപ്നം, അതായത് ഫാസിദായ സ്വപ്നം, ബാത്തിലായ റുഇയ, അതിന്റെ ഉദാഹരണം പറഞ്ഞിടത്ത് ഇങ്ങനെ കാണാം. ഔ യറാ നബിയ്യം മിനൽ അംബിയ യഅമലു അമലൽ ഫറാഇന. ഈ ഭാരത്ത് ഇതിൽ മാത്രമൊന്നുമല്ല. ഇമാം സഫൂരിയുടെ ബുഖാരിന്റെ ഷറഹിലൊക്കെ കാണാം. അതിലെന്താ പറഞ്ഞേ? ശരിയായ വ്യാഖ്യാനം നൽകപ്പെടാൻ പ്രയാസപ്പെടുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിൽ പെട്ടതാണ് ഒരു നബി വരിക, എന്നിട്ട് ഫിർഔനിന്റെ പ്രവർത്തനം അതിങ്ങനെ ചെയ്യുന്നതായി കാണാം. അവന്റെ പ്രവർത്തനം എന്താ? അന റബ്ബുക്കുമുൽ അഅല എന്ന് പറയാം. അപ്പൊ അങ്ങനെ കണ്ടാൽ അതിന് വ്യാഖ്യാനം നൽകപ്പെടാൻ കഴിയില്ല. അല്ല, വന്ന് പിശാചാണ് എന്നല്ല. അതാണ് അതിന്റെ തൊട്ടുശേഷം ഇത് കട്ടിട്ടാ വായിക്കാം. വഖദ് യതമസ്സലു ശൈത്താൻ ബികുല്ലി ശൈ വലാ യുംകിനുഹു അൻ യതമസ്സല ഫീ സൂറത്തി മലക്കിൻ വലാ നബിയിൻ. മലക്കിന്റെയും നബിയുടെയും
രൂപത്തിൽ വരാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇത് മൊത്തം പൊളിയൂലേ? യഥാർത്ഥ ഒരു സ്വഹാബി യഥാർത്ഥ റസൂലിന്റെ എല്ലാ വിശേഷണങ്ങളിലായിട്ട് സ്വപ്നം കാണാണ്. ഫിരൗനിന്റെ ഏതെങ്കിലും ഒരു വാക്ക് പറയുന്നു, ഒരു പ്രവർത്തനം. അപ്പൊ ആ കാഴ്ച ശൈത്താന. സ്വഹാബിയെ കാണുന്നത് യഥാർത്ഥ രൂപത്തിലാ കാണുന്നത്. പക്ഷെ പ്രവർത്തനം എന്താണ്? അമലേതാ? ഫറാഇനത്തിന്റെ അമല. അപ്പൊ ആ സ്വപ്നം എന്തായി? പിശാചില്ല അല്ല. ആ സ്വപ്നത്തിൽ കണ്ടതിനെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം അതിന് സാധ്യമല്ല എന്നാണ് പറയുന്നത്. അതതിന്റെ ബാക്കി വായിച്ചാൽ കിട്ടും, ഫുള്ള് വായിക്കാഞ്ഞിട്ടാ. അപ്പൊ അതും പോയി. 18 കഴിഞ്ഞു. ഇനി 19ാമത്തെ ഇബാറത്ത് നമുക്ക് നേരത്തെ വായിച്ച അതിനോട് സാമ്യതയുള്ള 1-2 ഇബാറത്തുകൾ കൂടി പറയാം. 19ാമത്തെ ഇബാറത്തായി ഇമാം ഖറാഫിയിലേക്ക് നമുക്കെത്താം. ഇതുപോലെയാണ് എല്ലാ ഇബാറത്തുകളും. ഏത് ഇബാറത്ത് കൊണ്ടുവന്നാൽ ഒന്നുകിൽ അധികവും അതിൽ പിശാചുവാദം ഉണ്ടാവില്ല. എവിടെങ്കിലും പിശാചുവാദം ഉണ്ടായാൽ അത് ചെന്നെത്തുന്നത് ഖറാഫി ഇമാമിലേക്ക്. ഇത് രണ്ടും അല്ലാത്ത ഇബാറത്താണെങ്കിൽ അതിൽ റസൂല് പറയുന്നത് കേൾക്കുന്നതിൽ ആ കേട്ടത് ലബ്ത്തില്ലാത്തതുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല എന്നുണ്ടാവും. കാഴ്ച ഒക്കെയാണ്. ഈ 3 പാർട്ടേ അതിനുണ്ടാവും. അപ്പൊ ഖറാഫി ഇമാം അങ്ങനെ പറഞ്ഞല്ലോ എന്നാണ് ഇനിയിപ്പുള്ളത്. അതും കൂടി പറഞ്ഞാൽ അത് തീർന്ന്. എല്ലാം ഖറാഫി ഇമാമിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് 19ആയി നമുക്ക് ഖറാഫി ഇമാമിന്റെ വാക്ക് ഉദ്ധരിക്കാം. എന്താ പറഞ്ഞേ? ചിലർ വിചാരിച്ചത് ഇത് ഖറാഫി ഇമാം സ്വയം എന്തോ പറഞ്ഞു വെച്ചതാണ് എന്നാണ്. അല്ല, കണ്ടോളൂ. ഖറാഫി ഇമാം എന്താ പറയുന്നത്? ഖാലൽ ഉലമാഉ, ഉലമാ ഉദ്ധരിച്ചു. ഉലമാ ഉദ്ധരിച്ചു, ഉലമാ പറഞ്ഞു. ഏതുലമാ പറഞ്ഞിട്ടില്ല. ഇതാണ് സക്കാത്തിന്റെ അവിടെ പേരോട് പറഞ്ഞ് കഫാൽ ഇമാം പറഞ്ഞിട്ടുണ്ട്. അൻ ബഅദിൽ ഫുഖഹാ, ചില പണ്ഡിതന്മാരിൽ നിന്ന്. ആ പണ്ഡിതന്മാർ ആരാണെന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇമാം ഖറാഫി അവിടുത്തെ അഭിപ്രായമായി ഉദ്ധരിച്ചതല്ല. പിന്നെയോ ഇന്നമാ തസിഹു റുഅയത്തുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളെ കണ്ടു ഉറപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ സ്വഹാബിയാകണം, അല്ലെങ്കിൽ പഠിച്ച ആളാകണം, ഇല്ലെങ്കിൽ അത് പിശാചിൽ നിന്നാണ് എന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഉദ്ധരിച്ചത്. അവിടെ തന്നെ ഇമാം ഖറാഫി തങ്ങള് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ ഇബാറത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടത്തെ ഖവായിദിൽ കാണാം. അതേപോലെ ദഖീറ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് മഹാനവറുകൾക്ക്, അതിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം ചില ഉണർത്തലുകളും നടത്തിയിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. കാരണം ഈ ടീം ഇതൊക്കെ വേറെ വേറെ ആയിട്ട് ഉദ്ധരിക്കും. വലിയ തട്ടിപ്പ് വീരന്മാരാണല്ലോ പിശാചുവാദികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഖറാഫി ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞ് പല ഇബാറത്തും കൊണ്ടുവരും. ഒക്കെ ഖറാഫി ഇമാം ഇതിന്റെ ശേഷം പറഞ്ഞതാണ്, ഇതിനോടനുബന്ധമായി പറഞ്ഞതാണ്. അങ്ങനെ അല്ലാത്ത ഒരു സംഭവവും കൊണ്ടുവരാൻ ഇവർക്ക് കഴിയില്ല. കിതാബ് ദഖീറ എന്ന് പറയുന്ന കിതാബിൽ നിന്ന് തംബീഹുൻ എന്നൊക്കെ പറഞ്ഞ് ചില ഇബാറത്ത് വായിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഖാലൽ ഉലമാഉ എന്ന് പറഞ്ഞതിന്റെ അനുബന്ധമായി അതിൽ നിന്ന് കിട്ടിയ മസ്അല പറഞ്ഞതാണ്, അതിന്റെ ശാഖയായി വന്നതാണ്. അതാണ് ഫർഉൻ എന്ന് പറഞ്ഞ് ശേഷം കൊടുത്തത്.
ഇനി ഖറാഫി ഇമാം പറഞ്ഞ ഈ വാചകം, ഇതിനെക്കുറിച്ചാണ് ഇനി ചർച്ച. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ്. ഇതാണിപ്പോ ആകപ്പാടുള്ള ചോദ്യത്തിന്റെ മർമ്മമായ ഭാഗം. ദഖീറയിൽ ഉദ്ധരിച്ചതാവട്ടെ, ഖവാഇദിൽ പറഞ്ഞതാകട്ടെ, ഫുറൂഖിൽ പറഞ്ഞതാകട്ടെ, ഒക്കെ ഒരേ ഇബാറത്താ ഖാലൽ ഉലമാഉ. ആ ഖാലൽ ഉലമാഉവിനോട് താബിയായി പറഞ്ഞതാണ് മറ്റുള്ള എല്ലാ ഇബാറത്തും. ഈ ഖാലൽ ഉലമാഉ എന്ന് പറഞ്ഞ ഇബാറത്തിന്റെ അവസ്ഥ എന്താ? അവിടെയാണ് ഇമാം ബഖൂരി കടന്നു വരുന്നത്. പലർക്കും ബഖൂരി എന്ന് കേൾക്കുന്നതിന് ഇപ്പൊ പിരാന്ത. ബഖൂരി ഇമാം ഇപ്പൊ എന്തിനാ അങ്ങനെ പറഞ്ഞു എന്നാ ചിലർ ചോദിക്കണത്. എന്താ ബഖൂരി ഇമാം പറഞ്ഞേ? ഖാലൽ ഉലമാഉ എന്ന് പറഞ്ഞ ആ ഇബാറത്തിനെ ബഖൂരി ഇമാം പറയാണ്, ഖുൽതു ഞാൻ പറയട്ടെ, ലഖദ് ളയ്യഖ്ത വാസിആ. ഈ ഉലമാഇന്റെ ഖൗല് നീ ഉദ്ധരിക്കുന്നതിലൂടെ വിശാലമായ ഒരു ആശയത്തെ താങ്കൾ വളരെ കുടുസാക്കിയിരിക്കുകയാണ്. വമാ അലല്ലദീ ഖുൽതഹു ദലീൽ. ഉലമാ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞ ഈ വിഷയത്തിന് താങ്കൾക്ക് ഒരു തെളിവും ഇല്ല. വലാ ബുർഹാൻ, ഒരു രേഖയുമില്ല. എന്തു മാത്രമേ ഉള്ളൂ? ഇല്ലാ മുജറദു ദഅവൽ ഹഖി, സത്യമാണെന്ന് വാദിക്കൽ മാത്രം, ഫീ ഖിലാഫിഹാ, സത്യത്തിനെതിരിൽ. അതിനാ കള്ളത്തരെന്നറിയാം. അപ്പൊ സത്യമായ ഒരു കാര്യത്തിനെതിരിൽ സത്യമാണെന്ന് വാദിച്ച് തെളിവും രേഖയുമില്ലാത്ത ഒന്നാണ് താങ്കൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുന്നത് ഖറാഫി ഇമാമിനെ എന്തോ ചീത്ത പറയല്ല, മറിച്ച് നമ്മളോട് പറഞ്ഞുതരാണ്. എന്ത്? ഖറാഫി ഇമാം ഈ ഉദ്ധരിച്ച സംഭവം തെളിവില്ലാത്തതാണ്. മൂപ്പരങ്ങനെ നിഗമനം, മൂപ്പർക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞു, ഉലമാ പറഞ്ഞു എന്ന് മൂപ്പരോട് ആരോ പറഞ്ഞിട്ടുണ്ടോ? അന്നത്തെ കാലല്ലേ ചില ഉലമാക്കൾ പറഞ്ഞു എന്ന രൂപത്തിൽ മഹാൻ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അത് അവരുടെ ശിഷ്യൻ ക്ലിയർ ചെയ്യാണ്, അങ്ങനെ ഒരു ഖൗല് ഇല്ല. എന്തൊക്കെയാ ചോദ്യങ്ങൾ? ഓരോരുത്തരോട് ചോദിച്ചുകൊണ്ടിരിക്ക. ഒരു ശിഷ്യൻ ഒരു ഇമാമിനെ ഇഅ്തിറാദ് ചെയ്തതുകൊണ്ട്, നിരൂപിച്ചതുകൊണ്ട് ആ ഖൗലില്ല എന്ന് വരുമോ? അതിന്റെ അടിത്തറ പൊളിഞ്ഞു എന്ന് എങ്ങനെ പറയും? ഇതാ രൂപത്തിലുള്ള നിരൂപണമല്ലതേ. ഇത് റാജിഹിദാണ് എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ അസഹിദാണ് എന്നല്ല. ഇവിടെ എന്താ പറഞ്ഞത്? അങ്ങനെ ഉലമാ പറഞ്ഞു എന്ന അങ്ങയുടെ വാദം ശരിയല്ല, ഉലമാ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിനെ നിഷേധിക്കുകയാണ് ചെയ്തത്. അത് പറയാൻ അധികാരമുള്ള ആളാണ് ഇമാം ബഖൂരി. ഇമാം ബഖൂരി ആരാന്ന് പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്കാലായി വരുന്നത്. ഇമാം ബഖൂരിയുടെ ആ കിതാബുണ്ടല്ലോ, തർത്തീബുൽ ഫുറൂഖ്, അതായത് ഇമാം ഖറാഫി തങ്ങൾ ആ വിഷയം എഴുതിയ കിതാബിനെ തർത്തീബ് ചെയ്ത് എഴുതിയ കിതാബ്. അതിന്റെ തുടക്കം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. എന്തുകൊണ്ടാണ് ഖറാഫി ഇമാമിന് ഇങ്ങനെ ഒരു ധാരണാ പിശക് സംഭവിച്ചത്? അതെന്തുകൊണ്ട് മൂപ്പര് തിരുത്തി? അതിന്റെ ഉത്തരമൊക്കെ ആ കിതാബിന്റെ ഫസ്റ്റ് ഇമാം ബഖൂരി പറയുന്നുണ്ട്. വേറെ സ്ഥലത്തുണ്ട്, ഇപ്പൊ ഇത് വായിക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്തവും വായിക്കാം കേട്ടോ. ലമ്മ വഖഫ്തു അലൽ ഫുറൂഖ് അല്ലതീ ലി ശൈഖിന അൽ അജൽ ഇമാമിൽ അഫ്ദൽ എന്നൊക്കെ പറഞ്ഞ്
എൻ്റെ ശൈഖായ എൻ്റെ ഉസ്താദായ ശിഹാബുദ്ദീൻ അബുൽ അബ്ബാസുൽ ഖറാഫി എന്നവരുടെ ഫുറൂഖ് ഞാൻ വായിച്ചപ്പോ ഞാൻ നല്ലൊരു കിതാബാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഇമാമായി മുസന്നിഫായി വന്ന ആള് ഏറ്റവും ഷാറുവാണ്. പക്ഷേ മൂപ്പർക്ക് ചില കാര്യങ്ങൾക്ക് അവിടെ സന്ദർഭം കിട്ടാതെ പോയിട്ടുണ്ട്. വേണ്ട രൂപത്തിൽ ആ കിതാബിനെ തർത്തീബ് ചെയ്ത് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കി തബീദ് ചെയ്യാന്ന് പറയും. അതിന് മൂപ്പർക്ക് സമയം കിട്ടിയിട്ടില്ല. അതായത് ഒരു കിതാബ് ഒരു ഇമാമ് രചിച്ചാൽ അതൊന്നുകൂടി നോക്കി ക്ലിയർ ചെയ്യും. അതിന്റെ രചന പൂർത്തിയായിട്ട് അതിനാണ് തബീദ് ചെയ്യാന്ന് പറയാം. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കും, പറയേണ്ടത് ഒന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കും. അതിനുള്ള സമയം ഇമാം ഖറാഫിക്ക് കിട്ടിയില്ല. കേട്ടോ പറയുന്നത്? ലഹറലി, എനിക്ക് വ്യക്തമായി, കൂടെ നിന്നാൽ അത് വ്യക്തമാകുക. അന്നഹു റഹിമഹുല്ലാഹ്, ഇമാം ഖറാഫി മാ മനഅഹു അൻ യുറത്തിബഹു തർതീബൻ യസ്ഹുലു അലൻ നാദിരി ഫീഹി മുതാലഅതുഹു. ഈ കിതാബ് നോക്കുന്ന ആളുകൾക്ക് എളുപ്പമാകുന്ന രൂപത്തിൽ തർത്തീബാക്കാനും ആവശ്യമായ തഗ്യീറുകൾ, വ്യത്യാസങ്ങൾ വരുത്താനൊന്നും മൂപ്പർക്ക് സമയം കിട്ടിയില്ല. കാരണം എന്താ? എന്തുകൊണ്ട് മൂപ്പർക്ക് അങ്ങനെ അതിന് കഴിഞ്ഞില്ല? ഇല്ല അന്നഹു ഖറജ മിൻ യദിഹി ബിഇസ്രി ജംഇഹി. ആ കിതാബ് മൂപ്പർ ജമ്മു ചെയ്ത് ഒരുമിച്ച് കൂട്ടിയ ഉടനെ തന്നെ അതിന്റെ കോപ്പി മൂപ്പര കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ പുറത്തെത്തി. ആരോ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടാവും. അന്നത്തെ കാലത്ത് കയ്യെഴുത്തല്ലേ. എന്നിട്ട് ഫന്തശറത് മിൻഹു നുസഖുൻ അലാ മാ ഹുവ അലൈ. മൂപ്പര ജമ്മു ചെയ്ത് ഒരുമിച്ച് കൂട്ടിയ ആ അവസ്ഥയിൽ തന്നെ അത് പുറത്തെത്തുകയും പുറത്തു നിന്ന് പല കോപ്പികളും അതിൽ നിന്ന് ആളുകൾ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. ഇമാം ഖറാഫി തങ്ങൾ അതൊന്നുകൂടി റെഡിയാക്കി അതിന് വ്യത്യാസം വരുത്തേണ്ടത് വ്യത്യാസപ്പെടുത്താനും ഇതിനൊക്കെയുള്ള ഒരു സമയം മൂപ്പർക്ക് കിട്ടിയില്ല. അപ്പോഴേക്കത് പുറത്തെത്തി. അഅ്ജസഹു ദാലിക വഅഖഹു അൻ യുഗയ്യിറഹു. മൂപ്പർക്ക് തർത്തീബാക്കാനും കണ്ടോ, അൻ യുഗയ്യിറഹു, മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്താനും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും ഇതിനൊന്നും മൂപ്പർക്ക് സമയം കിട്ടിയില്ല. അപ്പോഴേക്ക് കിതാബ് എത്തേണ്ടടുത്തെത്തി. അപ്പൊ എനിക്ക് തോന്നി അങ്ങനെ പോയാൽ ശരിയാവൂല. ഫറഅയ്തു അൻ ഉലഖിസഹു വഅൻ നുറത്തിബഹു. അതിനെ ഒന്ന് തൽഖീസ് ചെയ്യണം, അതിനെ ഒന്ന് തർത്തീബാക്കണം. ഇനി കേട്ടോ, വഅൻ നുനബ്ബിഹ അലാ മാ യദ്ഹറു ഖിലാല ദാലിക ഫീ കിതാബിഹി. അവരുടെ കിതാബിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചിലത് പ്രത്യേകം ഉണർത്തേണ്ടതുണ്ടാവും. അതുപോലെ തന്നെ അതിനോട് യോജിച്ചത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ടാവും. മിമ്മാലം യദ്കുറുഹു റഹിമഹുല്ലാഹ്. മൂപ്പർക്കത് പറയാൻ കഴിയാതെ പോയതാണ്. ഫയകൂനു ഹാദാ കൽ ഔനി അലാ ഫഹ്മിൽ ഫുറൂഖിൽ മദ്കൂറ. അവരെഴുതിയ ഫുറൂഖ് അതിനൊരു സഹായമാണ് ഞാൻ ചെയ്തത്. അത് ഇഅ്തിറാദല്ല, അത് അവരാക്ഷേപിക്കലല്ല. അവര് തന്നെ ചെയ്യാൻ ഒരുങ്ങി വെച്ച കാര്യം അതിനു മുമ്പ് ആരോ എടുത്തോണ്ട് പോയി, പുറത്തെത്തിപ്പോയി. ഞാനപ്പോൾ അതിനൊരു ഖിദ്മ ചെയ്തതാണ്. ഉണർത്തേണ്ടത് ഞാൻ ഉണർത്തി, തഗ്യീർ ചെയ്യേണ്ടത് തഗ്യീർ ചെയ്തു, വ്യത്യാസപ്പെടുത്തേണ്ടത് വ്യത്യാസപ്പെടുത്തി, ചേർത്ത് കൊടുക്കേണ്ടത് ചേർത്ത് കൊടുത്തു. അതാണ് ഞാൻ ഈ തർത്തീബുൽ ഫുറൂഖിലൂടെ കൊണ്ടുവന്നത്. 3 കാര്യം മനസ്സിലാക്കണം. സാധാരണയിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ ശേഷമുള്ള ആൾ വിമർശിക്കുന്നത് പോലെയല്ല ഇത്. പിന്നെയോ
ഖാലൽ ഉലമാഉ എന്ന ഖൗലിനെ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അത് ഇമാം ഖറാഫി തന്നെ ഈ കിതാബിൽ ചെയ്യാൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും അതിന്റെ കോപ്പി എത്തുകയും മഹാനവറുകൾക്ക് ആ രൂപത്തിൽ തർത്തീബ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്തപ്പോൾ ആ രൂപത്തിൽ ഞാൻ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളതിനോട് ഇതിനെ തസ്ബീഹ് ചെയ്യണ്ട. ഇത് അനിവാര്യമായ ചില കാര്യങ്ങളാണ് തർത്തീബിൽ ഇമാം ബഖൂരി നടത്തിയത്. അപ്പൊ ഇമാം ബഖൂരി ആ കിതാബിന്റെ ഇബാറത്ത് മുന്നിൽ കൊണ്ടുപോയി വെച്ച് വമാ അലല്ലദീ ഖുൽതഹു ദലീൽ, ഉലമാ ഉദ്ധരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞതിന് ഒരു തെളിവുമില്ല. ഉലമാ അങ്ങനെ ഉദ്ധരിച്ചിട്ടില്ല. ഉലമാ ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതോടെ കഴിഞ്ഞില്ല. അത് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കണോ? പിന്നെ ഇനി ആ ഖറാഫിയിൽ നിന്ന് ആരുദ്ധരിച്ചാലും ആര് ചിലപ്പോ ബഖൂരി തള്ളിയത് കണ്ടിട്ടുണ്ടാവില്ല. എന്തായാലും അടിസ്ഥാനം വരുന്നത് ഖാലൽ ഉലമാഉ എന്ന് ഖറാഫി പറഞ്ഞിടത്തേക്കാണ്. അതാണെങ്കിലോ കള്ളത്തരുവാണ്. പൊളിഞ്ഞില്ലേ? ഇനി ചില പണ്ഡിതന്മാർ അവര് ബഖൂരി പറഞ്ഞതുപോലെ കള്ളത്തരം എന്ന് പറയണ്ട, ഹക്കിനെതിരെയുള്ള ബാത്തിലിന് പറയുന്ന പേരാങ്ങൈമാരെ കള്ളത്തരം എന്നുള്ളത്. പിന്നെ അവര് വ്യാഖ്യാനിച്ചു. അതെന്താ? ബഖൂരി ഇമാം പറഞ്ഞതുപോലെ പറയാതെ ഇമാം ഖറാഫി പറഞ്ഞതിന്റെ താല്പര്യം ഖാദി ഇയാദ് പറഞ്ഞതാണ്, ഇബ്നു ഹജറുൽ അസ്ഖലാനി പറഞ്ഞതാണ്,